എണീറ്റ് നടക്കുക എന്നുള്ളത് മാത്രമല്ല, പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതും കൂടെ ഒരു പ്രതിജ്ഞയുടെ ഭാഗമായിരുന്നു. അത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഓടിച്ചാടി ഇതിന് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ബന്ധമായിട്ട് തൃശ്ശൂർ വയസ്സിട്ടൊരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും പേര് പഠിക്കുന്നുണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാന്നുള്ളത് ഞാനും ഡോക്ടർ മനോജായിട്ട് തമ്മിൽ ആലോചിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ പഠനത്തിൻ്റെ വഴിക്ക് പോയത്. അതിന് ഇപ്പോൾ PhD കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് LLBക്കുള്ള ട്രെയിനിങ് ആണ്. നമുക്ക് ആകെ ഏത് വയസ്സിലും ചെയ്യാൻ പറ്റുന്നൊരു ഇതാണല്ലോ വിദ്യാഭ്യാസം. ഈ ഒരു സാഹചര്യം, അതായത് എന്തൊക്കെ പറഞ്ഞാലും ഒരു സൈനികനായിരുന്നു, അപ്പോൾ ശാരീരികമായിട്ടുള്ളൊരു കാര്യം എപ്പോഴും നമ്മുടെ ഒരു കരുത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയാണ് ഇങ്ങനൊരു ആഘാതം ഉണ്ടായത്. അതിനെ എങ്ങനെയാണ് നേരിട്ടത് മാനസികമായി? അതൊരു വലിയൊരു വിഷമമുള്ള കഥയാണ്. കാരണം വെച്ചാൽ ഇത് നടക്കുന്ന ദിവസം വരെ ഞാൻ കാലത്ത് ഒരു 5 to 6 കിലോമീറ്റർ റൺ ചെയ്യും, കുറേ വാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ക്ലബ്ബിൽ പോയി ഷട്ടിൽ കളിക്കും, ഒരു 5-6 സെറ്റ് ഷട്ടിൽ കളിക്കും. അത് കഴിഞ്ഞ് വന്ന് കുളത്തിൽ വന്ന് സ്വിമ്മിങ് കഴിഞ്ഞ ശേഷമാണ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത്രയും ഞാൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയതാണ്, ഫിസിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയൊരു സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടാലും പിന്തിരിയില്ല എന്നുള്ള നമ്മുടെ ഒരു വാശിയുണ്ടല്ലോ, ആ ആർമിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഊർജ്ജമുണ്ടല്ലോ, അതിന് ഞാൻ മുറുക്കെ പിടിച്ചു. എത്രയും പെട്ടെന്ന് കാൽ വെച്ച് എനിക്ക് പബ്ലിക്കിന് മുന്നിൽ തിരിച്ചെത്തണം എന്നുള്ള വാശി, ഇത് ചെയ്തവരുടെ മുന്നിൽ വീണ്ടും ഞാൻ പഴയ പോലെ ആവണമെന്നുണ്ടായിരുന്ന എൻ്റെ ദൃഢപ്രതിജ്ഞ എല്ലാം എന്നെ ശക്തി കൂട്ടാൻ സഹായിച്ചു. അവരുടെ മുന്നിൽ കൂടെയാണ് ഇന്ന് ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ സ്വയം ഡ്രൈവ് ചെയ്ത് കാർ യാത്ര ചെയ്യുന്നുണ്ട്. മുന്നത്തെ വിഷു ഞാൻ നടന്ന് ശബരിമല കയറി അയ്യപ്പനെ ദർശിച്ച് വന്നു. കഴിഞ്ഞ പ്രയാഗിൽ കുംഭമേളയ്ക്ക് പോയി ഗംഗാസ്നാനം കഴിഞ്ഞ് വന്നു. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കേരള കുംഭമേളയിൽ പോയി പങ്കെടുത്തു. അതിൻ്റെ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററായിരുന്നു രഥയാത്രയുടെ. അത് എന്നെ ഏൽപ്പിച്ച പണി മുഴുവൻ ഞാൻ ഭംഗിയായി ചെയ്തു കൊടുത്തു. അപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സംഘടന ആയിക്കോട്ടെ, പാർട്ടി ആയിക്കോട്ടെ, എന്തും എന്നെ ഏൽപ്പിച്ച പണി ആവുന്ന അത്രയും ഞാൻ എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു വെള്ളം ചേർക്കലില്ല. ഇപ്പോൾ അവിടെ സംഘടനയുടെ വളർച്ച എങ്ങനെയാണ്? നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടായോ? അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഉയർന്നോ? ഉണ്ട്. കാരണം വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നല്ലൊരു വികസനമാണ്. അവിടെ നിന്ന് മാത്രമല്ല, മൊത്തം കേരളത്തിലുണ്ട്. ഒരു മോദി എഫക്റ്റ് എന്ന് പറയില്ലേ, ആ എഫക്റ്റ് അവിടെയുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പലരുടെയും ഫോണിൽ നോക്കിയാൽ വാൾ പേപ്പർ നരേന്ദ്രമോദിയാണ്. കാരണം അവർക്കത് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിൽ അവർ ഉള്ളിൽ നമ്മുടെ മോദി അവരും അംഗീകരിക്കുന്നുണ്ട്. നമ്മളൊക്കെ അറിയപ്പെടുന്ന 1-2 നേതാക്കന്മാരുടെയൊക്കെ ഫോണിൽ ഞാൻ ചോദിച്ചാൽ ഞങ്ങളെയൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയും ഞങ്ങളുടെ കയ്യിലുണ്ട് മോദിയുടെ ഫോട്ടോ, കാണിച്ചു തരും ഫോണിൽ. കാരണം ഇങ്ങനെയുള്ള ആളുള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം ലോകരാജ്യങ്ങളിൽ ഇത്രയും ഉയർച്ചെത്തിയതും. അത് എക്കണോമി ആയിക്കോട്ടെ, മാൻ പവർ ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, എല്ലാത്തിനും ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്താൻ ആ ഒരു വ്യക്തിയുടെ മാസ്റ്റർ മൈൻഡാണെന്ന് പറഞ്ഞ് അവരൊക്കെ അവരുടെ റോൾ മോഡലാണ് മോദി. അതിന് കമ്മ്യൂണിസം BJP ഒന്നുമില്ല. കാരണം ആൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയാണ്. ഈ സദാനന്ദൻ മാഷിൻ്റെ കാര്യം അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ MP ആണ്. രാജ്യസഭയിൽ ഈ ഒരു കാര്യം പറയുകയും ചെയ്തു. അതുപോലെ നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. ബലിദാനം ചെയ്ത ആളുകളുടെ കുടുംബങ്ങളുണ്ട്. ഇതുപോലെ അംഗഭംഗം വന്നവർ, ഇങ്ങനെ ശാരീരികമായി ആക്രമിക്കപ്പെട്ടും ഇന്നും ജീവിക്കുന്ന നിരവധി പേരുണ്ട്. ഇവരെയൊക്കെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ടിരുന്നോ? പിന്നെ OK മോഹൻജിയുടെ കൂടെ ഞാൻ ജയിലിൽ കിടക്കുന്നവരുടെയൊക്കെ വീടുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പോയി വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലക്കാട് 2 സംഭവം നടന്നു. അന്നൊക്കെ നമ്മൾ മോർച്ചെടുത്തും ബോഡി വാങ്ങിക്കുന്ന ആ നിമിഷം വരെ അവർ അന്ന് മുതൽ കഴിയുന്നവരൊക്കെ അവർ കൂടെ നിൽക്കുന്നിട്ടും ശരി വന്നിട്ടൊന്നുമില്ലാതെ പിന്നൊരു ബന്ധപ്പെടില്ല. പിന്നെ മാഷായിട്ട് പല വേദികളിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ആ ഒരു ബന്ധം ഉണ്ട്. അത്രയേ ഉള്ളൂ. ഭാവിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്? എന്താണോ സംഘടന ഏൽപ്പിക്കുന്നത് അത് എന്നിലാവുന്ന എല്ലാ ശക്തി ഉപയോഗിച്ച് ഞാൻ ചെയ്തു കൊടുക്കും. അതിൽ നിന്നൊരു മാറ്റമില്ല. പ്രസ്ഥാനം തന്നെയാണ് വലുത്, സംഘടന തന്നെയാണ് വലുത്. ആ സംഘപ്രസ്ഥാനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ടി എന്തായിക്കോട്ടെ, എന്നെ ഏൽപ്പിക്കുന്നോ അത് ഞാൻ പൂർണ്ണമായി ചെയ്ത് അവസാനിപ്പിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കേരളത്തിൽ
രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഒരുപാട് ഈ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ ഇത് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരോടൊക്കെ മൊത്തത്തിൽ പറയാനുള്ളൊരു കാര്യം എന്താണ്? നമ്മൾ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ ഈ യാതന അനുഭവിക്കുന്നത് ആ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് ജീവിതാവസാനം വരെ കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ അഭ്യർത്ഥന മാത്രമേ എനിക്ക് അവരോടുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടി സാക്രിഫൈസ് ചെയ്തു, നാളെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി നമ്മൾ ആ പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാവും. അത് ചെയ്യാതെ എന്തിനാണോ നമ്മൾ ഈ ജീവിതം ത്യജിച്ചത്, ഹോമിച്ചത്, ആ പ്രസ്ഥാനത്തിന് അവസാനം വരെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പതാക ഇട്ട് മൂടി അവസാനിക്കുന്ന വരെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് എല്ലാവരോടും ഉള്ളൂ.